ശബരിമല ദർശനത്തിനായി കാനനപാതയിലൂടെയും സ്പോട്ട് ബുക്കിംഗ് മുഖേനയും എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നത് ദേവസ്വം ബോർഡിനെയും പോലീസിനെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്ന തിങ്കളാഴ്ച മുതൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ അനുഭവപ്പെടുന്ന വർധനവാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. നട തുറന്ന തിങ്കളാഴ്ച വിർച്വൽ ക്യൂ മുഖേന 30,000 പേരെയും സ്പോട്ട് ബുക്കിംഗിലൂടെ 10,000 പേരെയും കടത്തിവിടാനായിരുന്നു ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം. എന്നാൽ കണക്കുകൂട്ടലുകളെ ആകെ തകിടം മറിച്ച് 1,00,000-ന് മേൽ തീർത്ഥാടകരാണ് തിങ്കളാഴ്ച സന്നിധാനത്തെത്തിയത്. മുൻ ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത് എത്താൻ കഴിയാതിരുന്നവർ അടക്കം 62,915 തീർത്ഥാടകർ വിർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ മാത്രം തിങ്കളാഴ്ച ദർശനത്തിനെത്തി. ഇതുകൂടാതെയാണ് കാനനപാതകളായ എരുമേലി മുക്കുഴി വഴി തിങ്കളാഴ്ച 21,347 തീർത്ഥാടകരും പുൽമേട് വഴി 3,479 തീർത്ഥാടകരും സ്പോട്ട് ബുക്കിംഗ് മുഖേന 22,952 പേരും എത്തിയത്. ഇതോടെ തിങ്കളാഴ്ച രാത്രി 12 മണിവരെ മാത്രം സന്നിധാനത്ത് 1,10,10,693 പേർ എത്തി. വിർച്വൽ ക്യൂ വഴി നടപ്പന്തലിലെത്തിയ തീർത്ഥാടകർക്കൊപ്പം പ്രത്യേക പാസ് മുഖേന കാനനപാതകളിലൂടെ വന്ന 25,000-ഓളം തീർത്ഥാടകർ പ്രത്യേക ദർശന സംവിധാനം ഏർപ്പെടുത്തിയിരുന്ന വലിയ നടപ്പന്തലിലെ പ്രത്യേക ക്യൂവിൽ കൂട്ടമായി എത്തി. തുടർന്ന് നടപ്പന്തലിന്റെ ഇരുവശത്തു നിന്നും തീർത്ഥാടകർ മെല്ലെ തിരുമുറ്റത്തിന്റെ പടിക്കെട്ടിലേക്ക് കൂട്ടത്തോടെ ഇരച്ചു കയറി. ഇതോടെ പോലീസിന്റെ നിയന്ത്രണങ്ങൾ പാടെ പാളി. സമാനമായ സ്ഥിതി ചൊവ്വാഴ്ചയും അനുഭവപ്പെട്ടു. മകരവിളക്ക് ദിനം വരെയും ക്രമാതീതമായി തിരക്കാണ് ദേവസ്വം ബോർഡും പോലീസും പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.